നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി മാറ്റമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റ് ചോദിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം. LDFന്റെ മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി നയിക്കും. ഇറക്കിവിട്ട സ്ഥലത്തേക്കില്ലെന്നും സംരക്ഷണം തന്നത് പിണറായി വിജയനെന്നും ജോസ് കെ മാണി. KM മാണി അപമാനിക്കാൻ ശ്രമിച്ചവർ അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് സ്ഥലം നൽകുന്നതിൽ സന്തോഷമെന്ന് VD സതീഷ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ. പരിശോധിച്ചത് ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നിവയടക്കം 15 സാമ്പിളുകൾ. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് VSSയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട്. വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്ന രേഖകൾ. കീഴ്വഴക്കം അനുസരിച്ചെന്ന് അജയ് തറയിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ ചെയ്തുവെന്ന കേസുമായി 3ാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി നിഷേധിച്ച് ഫെനി. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് പ്രവർത്തക രഞ്ജിത പുളിക്കൻ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ മുൻപിൽ. ഇറാൻ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും ഇറാനിലുള്ളവർ തിരികെ വരണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ. ഇറാനിൽ 900ഓളം പൗരന്മാരുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. വാർത്തകൾ വിശദമായി നോക്കാം. കേരള കോൺഗ്രസ് എം LDFൽ തന്നെ തുടരും. UDF പുറത്താക്കിയപ്പോൾ ചേർത്ത് നിർത്തിയത് LDF എന്നും പിണറായി വിജയനുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഭരണപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ജനകീയ വിഷയങ്ങളിൽ ക്രിയാത്മകമായി കേരള കോൺഗ്രസ് ഇടപെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ജോസ് കെ മാണി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് മുന്നണി മാറ്റമെന്ന വിവാദമെന്നും UDF പുറത്താക്കിയപ്പോൾ ചേർത്ത് നിർത്തിയ LDFനൊപ്പം തുടരുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഭരണപക്ഷത്തിരിക്കുമ്പോഴും ജനകീയ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടു. വന്യജീവി ആക്രമണം, തെരുവുനായ വിഷയം, പട്ടയം, റബ്ബർ, നെല്ല് എന്നിവയുടെ താങ്ങുവില തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഫലപ്രദമായി ഇടപെട്ടു. മുനമ്പം വിഷയം, വനനിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി, അധ്യാപക നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ പ്രതിപക്ഷം ജനകീയ വിഷയങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഒരു പ്രതിപക്ഷം അവരെ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഓഡിറ്റിംഗ് എടുത്ത് നോക്കിയാൽ ആരോപണം വന്ന് ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സമരങ്ങൾ, ആ വിവാദങ്ങൾ, ഈ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ടെന്നല്ല, അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇന്ന് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഒരു സമരം നടത്തുകയല്ല, ഇടപെടലുകൾ നടത്തുകയല്ല, അതിന് പരിഹാര മാർഗം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുകയും കോടതി നിരീക്ഷണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് പാർട്ടി നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനും കേരള കോൺഗ്രസിനും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. LDFന്റെ മധ്യമേഖലാ ജാഥയിൽ താൻ തന്നെയായിരിക്കും ക്യാപ്റ്റനെന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കായി ഇടതുമുന്നണിയിൽ ആവശ്യം ഉന്നയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിനും പറഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പാർട്ടി MLAമാർ, ഉന്നതാധികാര സമിതി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. മുന്നണി മാറ്റത്തിൽ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരിക്കുമെന്നും അത് കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. KM മാണി അപമാനിക്കാൻ ശ്രമിച്ചവർ അദ്ദേഹത്തിന് സ്മാരകത്തിന് സ്ഥലം നൽകാൻ തീരുമാനിച്ചതിൽ സന്തോഷമെന്നും സതീശൻ പരിഹസിച്ചു. ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ UDFന്റെ മുന്നണിയിലേക്ക് വരാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവർ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്
മൂന്നാമത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ഇത് സംബന്ധിച്ച് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി. ഇതിനിടെ പരാതിക്കാരിയുടെ ചാറ്റ് പുറത്തുവിട്ടതിന് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാൻ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ ഹൈക്കോടതിയെ സമീപിച്ചു. കൂടാതെ അതിജീവതയെ അപമാനിച്ചതായുള്ള കേസിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അടച്ചിട്ട കോടതിയിൽ 1.5 മണിക്കൂറോളം ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് വിധി പറയാനായി കേസ് നാളത്തേക്ക് മാറ്റിയത്. പ്രതി MLA ആണെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകുന്ന ആളാണെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും വാദിയെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തു. വാദത്തിനിടെ അതിജീവതയുടെ മൊഴിയെടുത്തതിന്റെ വീഡിയോ CD-യിലാക്കി കോടതിയിൽ സമർപ്പിച്ചു. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമായിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഇത് ഹാജരാക്കിയത്. രാഹുലിനെതിരായ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു. അതേസമയം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിജീവിത അപേക്ഷയും നൽകിയിട്ടുണ്ട്. നിലവിൽ വിദേശത്താണ് താനുള്ളതെന്നും നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാൽ കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി ഓൺലൈനായി തന്നെ രേഖപ്പെടുത്തണമെന്നുമാണ് അതിജീവിതയുടെ ആവശ്യം. ഇതിനിടെ പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ സ്ക്രീൻഷോട്ടുകൾ സഹിതം പുറത്തുവിട്ട രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെതിരെ യുവതിയുടെ പരാതിയിൽ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തു. എന്നാൽ കേസ് റദ്ദാക്കാൻ ഫെന്നി നൈനാൻ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ അതിജീവിതയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും സൈബർ പോലീസിന്റെ നടപടി തെറ്റാണെന്നും ഫെന്നി പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചതായുള്ള കേസിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ രഞ്ജിത പുളിക്കനെയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തത്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിന് അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രായമായവരെ കോൺഗ്രസിലേക്ക് ചേർക്കുന്നുവെന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രായമായവർ മോശക്കാരാണോ എന്നും എങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവരാമെന്നും അദ്ദേഹം പറഞ്ഞു. മാറാൻ സമയമായി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനെ കുറിച്ചായിരിക്കുമെന്നും VD സതീശൻ പരിഹസിച്ചു. പ്രായമായവരെ കൊണ്ടുവന്നതിന്റെ വിഷമമുണ്ടെങ്കിൽ അടുത്തത് വേണേൽ ചെറുപ്പക്കാരെ നോക്കാം. വേണോ? എന്താ പറയുന്നത്? പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ? അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞായിരിക്കും. പ്രായമായവർ അതിനെക്കുറിച്ച് മാറാൻ സമയമായെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രായമായവർ വേണ്ട. ശബരിമലയിൽ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്ന് രേഖകൾ. ശബരിമലയിലെ മുഴുവൻ വസ്തുക്കളും ദേവസ്വം സ്വത്തുക്കളായി നിലനിർത്തണമെന്ന് 2012-ൽ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ സുപ്രധാന ഉത്തരവിൽ പറയുന്നു. ഈ ഉത്തരവ് ലംഘിച്ചാണ് UDF ഭരണസമിതിയുടെ കാലത്ത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. തെളിവുകൾ പുറത്തു വന്നതോടെ തന്ത്രി കൂടുതൽ കുരുക്കിലാകുകയാണ്. ശബരിമലയിലെ ഭൗതിക വസ്തുക്കൾ ദേവസ്വം ബോർഡ് സ്വത്തായി സൂക്ഷിക്കണമെന്നാണ് 2012-ലെ സുപ്രധാന ഉത്തരവ്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറാനുള്ള വ്യവസ്ഥയില്ലെന്നും ഉത്തരവിൽ പറയുന്നു. N. വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് നിർണായക ഉത്തരവുണ്ടായത്. എന്നാൽ ഈ ഉത്തരവ് മറികടന്നാണ് 2017-ൽ മാറ്റിസ്ഥാപിച്ച കൊടിമരത്തിന്റെ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. കഴിഞ്ഞ ആഴ്ച തന്ത്രിയുടെ വീട്ടിൽ നിന്നും വാജിവാഹനം അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. എന്നാൽ 2017-ൽ UDF ഭരണസമിതിയാണ് തന്ത്രിക്ക് കൈമാറ്റം നടത്തിയത്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് അദ്ദേഹവും ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലും ചേർന്ന വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. തന്ത്രിക്ക് കൈമാറുന്നത് താന്ത്രിക വിധിപ്രകാരം കീഴ്വഴക്കമെന്നാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയുന്നത്. എന്നാൽ അത് ചട്ടവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് അന്ന് പുറത്തിറങ്ങിയത്. എല്ലാ ക്ഷേത്രങ്ങളിലെയും ഭൗതിക വസ്തുക്കൾ ദേവസ്വം ബോർഡുകൾ സൂക്ഷിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയാണെങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ തന്ത്ര സമുച്ചയത്തിൽ പറയുന്നത്. ലോഹനിർമ്മിത വസ്തുക്കൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്നാണ്. കീഴ്വഴക്കമനുസരിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നും അജയ് തറയിൽ പറഞ്ഞു. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ സൂക്ഷിക്കണമെന്ന ദേവസ്വം ബോർഡ് ഉത്തരവിനെ കുറിച്ച് അന്നാരും പറഞ്ഞിരുന്നില്ല എന്നുമാണ് അജയ് തറയിലിന്റെ വിശദീകരണം. കാലങ്ങളായി നിലനിന്നിരുന്ന കീഴ്വഴക്കമനുസരിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്ന് ആവർത്തിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ. പുതിയ കൊടിമരം സ്ഥാപിച്ചത് പഴയത് ജീർണാവസ്ഥയിലായതിനാലാണ്.
പുതിയ കൊടിമരം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തത് അതിനു മുമ്പുണ്ടായ MP ഗോവിന്ദൻ നായരുടെ ഭരണസമിതിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പുതിയ ബോർഡ് ചുമതലയേറ്റപ്പോൾ കൊടിമരത്തിൽ സ്വർണം പൂശുകയും സ്ഥാപിക്കുകയും ചെയ്തു. പഞ്ചലോഹ നിർമ്മിതമായ പഴയ വാജിവാഹനം തന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശമനുസരിച്ചാണ് നൽകിയതെന്നും അജയ് തറയിൽ പറഞ്ഞു. ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്രസമുച്ചയത്തിൻ്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റത്തിൻ്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. ആ തന്ത്രിയെ ഏൽപ്പിച്ച സ്ക്രീൻഷോട്ട് അന്നത്തെ എല്ലാ TV-യിലും വന്നതാണ്, പത്രങ്ങളിൽ വന്നതാണ്. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്ത്രി പറഞ്ഞു, എൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു, ഞാൻ ദേവസ്വം ബോർഡിൽ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായൊരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. കൊടിമരവുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും പിരിച്ചിട്ടില്ല. മുഴുവൻ ചിലവും വഹിച്ചത് സ്പോൺസറായ ഫിനിക്സ് ഗ്രൂപ്പാണ്. അഡ്വക്കേറ്റ് കമ്മീഷനായിരുന്ന ASP കുറുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇത് നടന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് പല ആവശ്യങ്ങൾക്കുള്ള പണം വരും. അത് കൊടിമരത്തിന് വേണ്ടി പിരിച്ചതല്ലെന്നും അജയ് തറയിൽ പറഞ്ഞു. ASP കുറുപ്പ് എന്ന് പറയുന്ന കേരളത്തിലെ 10-15 ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കൊടിമരം വെച്ച മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹത്തിന് പോകേണ്ടത്ര ഞങ്ങളുടെ കയ്യിൽ ഒരു കണക്കിൻ്റെ ആവശ്യമില്ല. ദേവസ്വം ബോർഡിലെ പൈസ വന്നിട്ടില്ല, ദേവസ്വം ബോർഡുമായി ബന്ധമില്ല. ഇതെല്ലാം അഡ്വക്കേറ്റ് കമ്മീഷനാണ്. അതിന് പൈസ വാങ്ങിയത്, സ്വർണം വാങ്ങിയത്, ചെലവാക്കിയത്, അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് അദ്ദേഹം കരുതിയിട്ടുണ്ട്. കൊടിമരം ഉണ്ടാക്കാനും അവിടെ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ഇനത്തിൽ ഒരാളുടെ നിന്നും ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പുതിയ വസ്തുക്കൾ സ്ഥാപിക്കുമ്പോൾ പഴയവ സൂക്ഷിക്കണമെന്ന 2012 ഉത്തരവ് ലംഘിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അജയ് തറയിൽ. 2012 ഉത്തരവിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരടക്കം ആരുമെന്ന് സൂചിപ്പിച്ചിരുന്നില്ലെന്നും അജയ് തറയിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. വാജിവാഹന കൈമാറ്റത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം കട്ടവർ ഇപ്പോഴും പുറത്താണെന്നും അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും സതീശൻ ആരോപിച്ചു. 2-3 പേര് ബാക്കി ജീവനക്കാരടക്കം CPM അനുഭവങ്ങളടക്കം ജയിലിൽ കിടക്കുവാണ്. അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോഴും ഇനിയും പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM ശ്രമിക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവർ. കാരണം അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ്. അവരെ സംരക്ഷിക്കുകയാണ്. CPM അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. അവസാനം കോടതി ഇടപെട്ടിട്ടില്ല. ഇന്നലത്തെ അറസ്റ്റ് പോലും നടന്നത് അല്ലേ. UAE നാളെ ഐക്യദാർഢ്യ ദിനം ആചരിക്കും. രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ കാത്തു സൂക്ഷിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ UAEയുടെ ഖ്യാതി നിലനിർത്താനും ഐക്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ദിനം ആചരിക്കണമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആഹ്വാനം ചെയ്തു. ജനുവരി 17 രാവിലെ 11 രാജ്യത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും ദേശീയഗാനം അവതരിപ്പിക്കും. 2022 ജനുവരി 17 അബുദാബിയിലെ മുസഫ ഐക്കാട് മേഖലയിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും സമീപവും ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ ദിനം പ്രസക്തമാകുന്നത്. സംയമനത്തോടെയും ഒറ്റക്കെട്ടായും ആ പ്രതിസന്ധിയെ UAE നേരിട്ടതിന്റെ ഓർമ്മ പുതുക്കൽ ദിനമാണ് ജനുവരി 17. കുവൈറ്റിൽ അനധികൃതമായി കുട്ടികളുടെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും വിപണനം നടത്താനായി സംഭരിക്കുകയും ചെയ്തുവെന്ന കേസിൽ 12 പേരെ അറസ്റ്റ് ചെയ്തു. ജലീബ് പ്രദേശത്തെ ഒരു വീടിനുള്ളിൽ നിന്നുമാണ് അനധികൃതമായി ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷാ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പരിശോധനയിലാണ് നടപടി. അനുമതികളില്ലാതെയും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്നത്. ഫാക്ടറിയിൽ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ച് പാക്ക് ചെയ്ത് രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിരുന്നു ശ്രമം. അറസ്റ്റിലായവരിൽ അറബ് ഏഷ്യൻ പൗരന്മാരാണ് ഉള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി. യമനിൽ ഡോക്ടർ ഷായിയ അൽ സിന്ദാനിയെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ഡോക്ടർ
റഷാദ് അൽ അലിമി നിയമിച്ചു. സാലിം ബിൻ ബരൈക്കിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരും. അതേസമയം സ്ഥാനമൊഴിഞ്ഞ സാലിം ബിൻ ബൈരക്കിനെ പ്രസിഡന്റിന്റെ സാമ്പത്തിക ധനകാര്യ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുണ്ട്. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കാനും അഴിമതിക്കെതിരെ പോരാടാനും ലക്ഷ്യമിട്ടുള്ള പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ഈ ഭരണമാറ്റം. യമനിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായി സൗദി അറേബ്യ $9 കോടി പുതിയ ധനസഹായം പ്രഖ്യാപിച്ചു. യമനിലെ വികസന പദ്ധതികൾക്കായി കഴിഞ്ഞ ദിവസം അനുവദിച്ച $190 കോടി പുറമെയാണ് ഇത്. UAE സീസണിലെ ഏറ്റവും തണുപ്പേറിയ കാലാവസ്ഥയിലേക്ക് കടക്കുന്നു. അൽ ഷബാത്ത് എന്നറിയപ്പെടുന്ന തണുപ്പേറിയ ദിവസങ്ങളാണ് ഇനിയും വരുന്നതെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള 26 ദിവസങ്ങൾ രാജ്യമൊട്ടാകെ തണുപ്പ് വർദ്ധിക്കും. വാരാന്ത്യ ദിവസങ്ങളിൽ 15 മുതൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ പൊടിപടലം ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ച കുറയുമെന്നും വാഹനയാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ ടേക്ക് ഓഫ് വേഗത്തിലാക്കുന്നതിനുള്ള നൂതന ക്രോസ് ഓവർ ടേക്ക് ഓഫ് സംവിധാനത്തിന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ഇതോടെ ഈ സംവിധാനം നടപ്പിലാക്കുന്ന സൗദി അറേബ്യയിലെ ആദ്യത്തെ വിമാനത്താവളമായി ജിദ്ദ മാറി. സൗദി അറേബ്യയിൽ ഔഷധ സംഭരണവും വിതരണവും സംബന്ധിച്ച നിയമങ്ങൾ ലംഘിച്ചതിന് 10 ഫാർമസികൾക്ക് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി 17 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി റിപ്പോർട്ട്. വിപണിയിൽ മരുന്നുകളുടെ ലഭ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മരുന്നുകളുടെ നീക്കം സംരക്ഷിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനമായ RSD വഴി വിവരങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിന് 7 ഫാർമസികൾക്കും രജിസ്റ്റർ ചെയ്ത മരുന്നുകൾ പ്രാദേശിക വിപണിയിൽ ലഭിക്കാത്തതിന് 2 ഫാർമസികൾക്കും പിഴ ചുമത്തി. കുവൈറ്റിലെ മലയാളി സംഘാടകരുടെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്നുമുള്ള പ്രമുഖ കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഇന്ന് നടത്താനിരുന്ന സ്റ്റേജ് ഷോ റദ്ദ് ചെയ്തു. പൊതുധാർമ്മിക നിയമം ലംഘനവുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് സുരക്ഷാ അധികൃതരുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇന്ന് വൈകുന്നേരം അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കേണ്ടിയിരുന്നത്. നാട്ടിൽ നിന്നുമുള്ള പ്രമുഖ കലാകാരന്മാരായ മസാല കഫേ ബാൻഡ് ഗൗരി ലക്ഷ്മി ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടത്താനിരുന്നത്. ഇതിനായി സംഘാടകർ നേരത്തെ തന്നെ ഹാൾ ബുക്ക് ചെയ്യുകയും ടിക്കറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിപാടിയുടെ വിശദ വിവരങ്ങൾ ശേഖരിക്കുകയും പരിപാടി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. പൊതു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചതും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നുമാണ് നടപടി. ജിദ്ദയിൽ ഉംറ തീർത്ഥാടക നാട്ടിൽ പോകാനൊരുങ്ങവേ മക്കയിൽ മരണപ്പെട്ടു. നിലമ്പൂർ മുത്തേടം സ്വദേശിനി മുത്തേടം വടക്കേ കൈ സ്വദേശിനിയായ ആമിന പറക്കപ്പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി മക്കയിൽ താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത്. മദീന സന്ദർശനം കഴിഞ്ഞാണ് ഇവർ മക്കയിലെത്തിയത്. ICF മക്ക ഹെൽപ്പ് ഡെസ്ക് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ജീവയെ നായകനാക്കി മലയാളിയായ നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം തലൈവർ തമ്പി തലമയിൽ കേരളത്തിലെ 100 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് നിർമ്മാതാവ് കണ്ണൻ രവി. നിർമ്മാണത്തിലിരിക്കുന്ന തന്റെ 13 സിനിമകളിൽ 3 മലയാളത്തിലായിരിക്കുമെന്നും അദ്ദേഹം ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫാമിലി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിതീഷ് സഹദേവന്റെ ആദ്യ തമിഴ് ചിത്രമാണ് തലൈവർ തമ്പി തലമയിൽ. ശ്രീ ഗോകുലം മൂവീസുമായി സഹകരിച്ചാണ് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുക. മലയാളികൾ കൂടി ആസ്വദിക്കാനുള്ള സിനിമയായിരിക്കും ഇതിന്റെ ഉള്ളടക്കമെന്നും സുരേഷ് ഗോപിയെ നായകനാക്കിയുള്ള സിനിമ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിൽ നടക്കുന്നുണ്ട്. കണ്ണൻ രവി പ്രൊഡക്ഷൻസ് പുറത്തിറക്കിയ 2ാമത്തെ സിനിമയാണ് തലൈവർ തമ്പി തലൈമ. ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹം പരന്നതോടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ടെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ താൽപര്യാർത്ഥം ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഏകദേശം 900-ഓളം പൗരന്മാരിൽ കൂടുതലും വിദ്യാർത്ഥികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ തീർത്ഥാടകരായി ഇറാനിലെത്തിയവരും ഇവിടെയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ. ഇറാൻ ഇന്ന് വ്യോമാതിർത്തി അടച്ചതോടെയാണ് ആശങ്ക ഉയർന്നത്. ഇന്ത്യൻ പൗരന്മാരോട് ഇറാനിലേക്ക് പോകരുതെന്നും ഇറാനിലുള്ളവരോട് ഉടൻ മടങ്ങാനും നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ.
ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞതാണ് ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിലെ അവസാന 5 ദിവസങ്ങളിലെ ചടങ്ങുകൾ. ഇതിലൊന്നാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശീവേലി. മണിമണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളത്തോടെയാണ് മകരവിളക്ക് മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. വില്ലാളിവീരനായ അയ്യപ്പന്റെ തിടമ്പും ഇരുവശവും മലദൈവങ്ങളുടെ സങ്കല്പത്തിൽ കുടയും പിടിച്ചാണ് എഴുന്നള്ളത്ത്. ആദ്യം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ശീവേലി എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇവർ 18-ാം പടിയിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചു മടങ്ങുന്നതോടെ ആലങ്ങാട് സംഘത്തിന്റെ ശീവേലി മണിമണ്ഡപത്തിൽ നിന്നും തുടങ്ങും. ഊരാളിയുടെയും വെളിച്ചപ്പാടിന്റെയും അകമ്പടിയോടെ എത്തുന്ന സംഘം 18-ാം പടിയിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോടെ ഊരാളിമാർ ഉറഞ്ഞു തുള്ളുന്നു. ആലങ്ങാട് യോഗത്തിൻ്റെ ഏതാണ്ട് 30ഓളം വരുന്ന ഭക്തജനങ്ങളാണ് ഇന്ന് ഈ കണ്ട കർപ്പൂര താലം മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിച്ചത്. നമ്മൾക്ക് ഏകദേശം ഒരു 130ഓളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക വിധി പ്രകാരം ഈ പറഞ്ഞ ആ ഒരു റെസ്ട്രിക്ഷനിൽ നിന്നിട്ടേ നമുക്ക് ഇത് നടത്താൻ പറ്റുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളോട് സഹകരിച്ചു. താലപ്പൊലിയുടെ അകമ്പടിയോടെയുള്ള ശീവേലി തിരുമുറ്റത്തിന് വലം വെച്ച് തിരികെ മണിമണ്ഡപത്തിൽ സമാപിക്കുന്നതോടെയാണ് ശീവേലി ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ കുതിപ്പ് തുടരുകയാണ്. തൊട്ടുപിറകിൽ കോഴിക്കോടും തൃശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഒപ്പന, നാടൻപാട്ട്, നാടോടി നൃത്തം, മിമിക്രി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും ഇന്ന് വേദിയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ അമൃത ന്യൂസിലൂടെ വൈറലായ വ്യക്തിയാണ് അനന്തു സുധീഷ്. തുടർച്ചയായി 28 വർഷം കലോത്സവം കാണാൻ എത്താറുള്ള അനന്തുവിന് വിജയികളുടെ പേര് വിവരങ്ങൾ കാണാപ്പാടമായിരുന്നു. എന്നാൽ ഇത്തവണ സ്വന്തം മകൾ മോഹിനിയാട്ടത്തിന് തട്ടിൽ കയറിയപ്പോൾ ആകാംക്ഷയും ആഹ്ലാദവുമാണ് അനന്തുവിന്. 28 വർഷത്തെ കലോത്സവ പരിചയമുള്ള അനന്തുവിന് 64ാമത് സംസ്ഥാന കലോത്സവം നൽകിയത് പുത്തൻ അനുഭവമാണ്. സ്വന്തം മകൾ അഞ്ജലി കൃഷ്ണ മോഹിനിയാട്ടത്തിന് തട്ടിൽ കയറിയപ്പോൾ കഴിഞ്ഞ 28 വർഷമില്ലാതിരുന്ന ആകാംക്ഷയായിരുന്നു അനന്തുവിന്റെ മുഖത്ത്. 28 കലോത്സവങ്ങളിലെ വിജയികളുടെ പേര് വിവരങ്ങൾ ഓർത്തിരിക്കുന്ന അനന്തുവിന്റെ മനസ്സിൽ ഇത്തവണ സ്വന്തം മകളുടെ പേരാണുള്ളത്. ഇരുപത്തിയെട്ട് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഒന്നും തുടർച്ചയായിട്ട് കണ്ട് ഒരു കലോത്സവം പോലും കാണാതിരുന്നിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഇത്തവണ മത്സരാർത്ഥിയായിട്ട് മോഹിനിയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തിൽ മത്സരാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഞാനിതുവരെ കണ്ട ഐറ്റങ്ങൾ മറ്റുള്ള കുട്ടികളുടേതായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കണ്ടത് ഞാൻ എൻ്റെ മോളുടെ മോഹിനിയാട്ടം സംസ്ഥാന കലോത്സവത്തിൽ കണ്ടു എന്നുള്ളതാണ്. വർഷങ്ങളായുള്ള അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത സംതൃപ്തിയിലാണ് മകൾ അഞ്ജലി കൃഷ്ണ. അച്ഛൻ സ്വപ്നം കണ്ട വേദിയാണത്. അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അച്ഛൻ ഡാൻസിനെ പറ്റി പറയുമ്പോഴും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ എന്തോരം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ ഞാൻ ആവണമെന്ന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുമായിരുന്നു. ഇനിയും അച്ഛൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ കഴിയട്ടെ. കഴിഞ്ഞ കലോത്സവത്തിൽ 28 വർഷത്തെ വിജയികളുടെ പേര് വിവരങ്ങൾ
കാണാതെ പറഞ്ഞ് വൈറലായ വ്യക്തിയാണ് അനന്തു സുധീഷ്. അമൃത ന്യൂസ്, തൃശൂർ. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പര വിജയെ നിശ്ചയിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ആയുഷ് ബദോനി അരങ്ങേറ്റം കുറിച്ചേക്കുമെന്നാണ് സൂചന. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ഹർഷദീപ് സിംഗ് ടീമിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തുടരുമെന്നതിനാൽ യശസ്വി ജയ്സ്വാൾ മൂന്നാം മത്സരത്തിലും പുറത്തിരിക്കും. ആദ്യ മത്സരത്തിൽ 7 റൺസിന് സെഞ്ചുറി നഷ്ടമായ വിരാട് കോഹ്ലി രണ്ടാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഇൻഡോറിൽ മൂന്നാം നമ്പറിലെത്തുന്ന കോഹ്ലിയിൽ നിന്നും സെഞ്ചുറിയിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.